മറ്റു വാർത്തയിലേക്ക് കടന്നാൽ മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എംഎൽഎമാരെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നു. ജില്ലയിൽ നടക്കുന്ന പരിപാടികളിലും ക്ഷണിക്കാത്ത സാഹചര്യമാണ് എന്നും അദ്ദേഹം വിമർശിക്കുന്നു. വിഷയം LDF-ൽ ഉന്നയിക്കുമെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. സർക്കാരിൻ്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആലോചനകളിലൊന്നും എന്നെ അറിയിച്ചിരുന്നില്ല. ജില്ലയിലെ MLA-മാരെ ഏകോപിപ്പിക്കേണ്ട ചുമതല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സ്വാഭാവികമായിട്ട് അത്തരമൊരു ഏകോപനം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ അറിയിച്ചിരുന്നില്ല. എന്നെ ഈ പരിപാടിയുടെ തലേന്ന് രാത്രിയിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രത്യേകിച്ച് കളക്ടർ വിളിച്ച് പറയുന്നത്. പക്ഷേ എനിക്ക് നേരത്തെ ഏറ്റ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഞാനത് തിരുവനന്തപുരത്ത് പോയിരുന്നു. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂട്ടായ ആലോചനയും ഒരു തീരുമാനം ഉണ്ടാവേണ്ടതാണ്. കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒരു വർഷം, അതായത് തുടർഭരണം വന്നതിന് ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ചുമതല, ജനപ്രതിനിധികൾ എന്നുള്ളത്. അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് ജില്ലയിലെ MLA-മാരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അവരെ കൂട്ടിയോജിക്കേണ്ട ഉത്തരവാദിത്തം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്ക് തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുഭവം. ഇതാണ് ചിറ്റയം ഗോപകുമാറിന്റെ വാക്കുകൾ. ശശിനാരായൺ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായൺ, നേരത്തെ ചിറ്റയം ഗോപകുമാർ പറയുന്നത് കേട്ടു. ഞാൻ ഫോൺ വിളിച്ചാൽ പോലും മന്ത്രി ഫോൺ എടുക്കില്ല, വീണ ജോർജ് ഫോൺ എടുക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് കൃത്യമായി ഡെപ്യൂട്ടി സ്പീക്കറുടെ ആരോപണം? സുരേഷ്, ഡെപ്യൂട്ടി സ്പീക്കറുടെ ആരോപണം വലിയ രൂക്ഷമായ വിമർശനം തന്നെയാണ് മന്ത്രി വീണ ജോർജിനെതിരെ ഉന്നയിക്കുന്നത്. കാരണം ജില്ലയിലെ പരിപാടികളിൽ MLA-മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യത്തിലും മന്ത്രി വീണ ജോർജ് പരാജയമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ MLA-മാരെ പങ്കെടുപ്പിക്കില്ല, അറിയിക്കുകയോ വിളിച്ചാൽ ഫോൺ എടുക്കാത്തൊരു സാഹചര്യമുണ്ട്. സർക്കാരിന്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായുള്ള പരിപാടിയിലും MLA ചിറ്റയത്തെ ഡെപ്യൂട്ടി സ്പീക്കറെ ചിറ്റയത്തെ അറിയിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറാണ് വിളിച്ചറിയിച്ചത്. പോസ്റ്ററിലും നോട്ടീസിലും ഒക്കെ പേര് വെച്ചെങ്കിലും മന്ത്രി ഇക്കാര്യത്തിൽ ഒരു ആലോചന നടത്തുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെ വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ള ഒരു പരാതി കൂടിയാണ് ചിറ്റയം ഉന്നയിക്കുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ ജില്ലയിലെ മണ്ഡലത്തിലെ MLA-മാരുടെ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ മന്ത്രിയെ വിളിച്ചാൽ പലതവണ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം കൂടി വീണ ജോർജിനുണ്ട് എന്ന കാര്യം കൂടിയാണ് ചിറ്റയം ഉന്നയിക്കുന്നത്. ഈ വിഷയം LDF-ന്റെ നേതാക്കളുമായി ചർച്ച ചെയ്യും. LDF-ൽ ഈ വിഷയം ഉന്നയിക്കും എന്ന കാര്യം കൂടി. ശശി, മറ്റൊരു വിഷയം എന്ന് പറയുന്നത് CPI-ക്ക് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടികളിൽ CPI-ക്ക് നേരത്തെ തന്നെ ഒരു പരാതിയുണ്ട്. അത് CPM-ന്റെ പരിപാടികളാക്കി മാറ്റുന്നു. CPI-യെ പല പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം CPI ഏതായാലും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതേ പരാതി തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണോ ഡെപ്യൂട്ടി സ്പീക്കർ, വെറും ഒരു MLA അല്ലല്ലോ, ഡെപ്യൂട്ടി സ്പീക്കറുടെയും ആരോപണം? സുരേഷ്, അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ്. ഈ പരിപാടി എന്റെ കേരളം പദ്ധതി ഉദ്ഘാടനത്തിന് AP ജയൻ ജില്ലാ സെക്രട്ടറി മാത്രമാണ് പങ്കെടുത്തത്. അത് തന്നെയാണ് അത് CPI ഉന്നയിക്കുന്നത്. കാരണം CPM-ന്റെ പരിപാടി, സർക്കാരിന്റെ പരിപാടികൾ CPM-ന്റെ പരിപാടി ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു വിമർശനത്തിന് പ്രധാനമായ കാരണം. ജില്ലയിൽ ഈ കാര്യത്തിൽ MLA-മാരെ കൂട്ടിയോജിപ്പിച്ചാൽ, പ്രത്യേകിച്ച് ചിറ്റയം അടക്കമുള്ള ചിറ്റയം പല പ്രാവശ്യവും പല കാര്യങ്ങളും പല പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടും ഈ കാര്യങ്ങളിലൊക്കെ മന്ത്രിയുടെ ഒരു സഹകരണമില്ല, അതായത് ഈ ക്ഷണിക്കാതെ പല കാര്യങ്ങളും അറിയിക്കാതെ ചെയ്യുന്നു എന്നുള്ളതാണ് ചിറ്റയം പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇത് ഗുരുതരമായ വീഴ്ചയായിട്ട് തന്നെയാണ് ചിറ്റയം പറയുന്നത്. കാരണം LDF-ൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്ന നിലയിൽ, പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ CPI അവഗണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് ചിറ്റയത്തിന്റെ ഇത്തരത്തിൽ പരാമർശം. എന്തായാലും LDF നേതാക്കളുമായും യോഗത്തിലും ഇക്കാര്യത്തിൽ ചിറ്റയം ഉന്നയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജില്ലയിൽ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ശശി. കാരണം CPI CPM അടിയടക്കം നടന്നത്, തെരുവിൽ ഏറ്റുമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടത്, ആ ദൃശ്യങ്ങളൊക്കെ ശശി തന്നെ റിപ്പോർട്ട് ചെയ്ത് വാർത്ത നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ CPM CPI ഒരു തർക്കം ജില്ലയിൽ ഉണ്ടോ? അതിൻ്റെ കൂടി ഭാഗമാണോ ഇത്? അതോ വീണ ജോർജ്, നേരത്തെ CPM അംഗങ്ങൾക്ക് തന്നെ പരാതി ഉണ്ടായിരുന്നു, വീണ ജോർജ് ഫോൺ എടുക്കുന്നില്ല, മന്ത്രിയെ കിട്ടുന്നില്ല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു പരാതിയാണോ? എന്താണ് മനസ്സിലാകുന്നത് ശശി? സുരേഷ്, അത്തരത്തിൽ തന്നെയാണ്. കാരണം CPM-ഉം CPI തന്നെ ഒരു ഐക്യത കുറവ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലത്തെ തെരഞ്ഞെടുപ്പിൽ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൃത്യമായി CPI-യെയും CPM-ന്റെയും നേതാക്കന്മാർ ഇതിൽ അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും ഫലത്തിൽ ഈ CPI നേതാക്കളെ, യുവജന നേതാക്കളെ മർദ്ദിച്ചവർക്കെതിരെ ഒരു നടപടിയും പിന്നീട് എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അതനുസരിച്ച് പിന്നീടാണ് ചർച്ചകൾ നടത്തിയതിനു ശേഷമൊക്കെയാണ് ആ കേസിൽ അല്പമെങ്കിലും ഒരു കാര്യമായി
തുടരുക. നമുക്ക് നേരത്തെ ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതൊരിക്കൽ കൂടി കേൾക്കാം. സർക്കാരിൻ്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആലോചനകളിലൊന്നും എന്നെ അറിയിച്ചിരുന്നില്ല. ജില്ലയിലെ MLA-മാരെ ഏകോപിപ്പിക്കേണ്ട ചുമതല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സ്വാഭാവികമായിട്ട് അത്തരമൊരു ഏകോപനം ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ അറിയിച്ചിരുന്നില്ല. എന്നെ ഈ പരിപാടിയുടെ തലേന്ന് രാത്രിയിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രത്യേകിച്ച് കളക്ടർ വിളിച്ച് പറയുന്നത്. പക്ഷേ എനിക്ക് നേരത്തെ ഏറ്റ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഞാനത് തിരുവനന്തപുരത്ത് പോയിരുന്നു. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂട്ടായ ആലോചനയും ഒരു തീരുമാനം ഉണ്ടാവേണ്ടതാണ്. കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒരു വർഷം, അതായത് തുടർഭരണം വന്നതിന് ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ചുമതല, ജനപ്രതിനിധികൾ എന്നുള്ളത്. അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് ജില്ലയിലെ MLA-മാരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അവരെ കൂട്ടിയോജിക്കേണ്ട ഉത്തരവാദിത്തം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്ക് തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എൻ്റെ അനുഭവം. ഇതാണ് ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പരാതിയും പരിഭവവും എന്ന് പറയുന്നത്. അദ്ദേഹം അത് മുന്നണിയിൽ ഉന്നയിക്കുമെന്ന് പറയുന്നുണ്ട്. ശശി നാരായണൻ തുടരുന്നുണ്ട്. ഇതാണ് ശശി പറയുന്നു, നേരത്തെ CPM CPI പലതവണ ചർച്ചയൊക്കെ നടത്തിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത് ഈ വീണ ജോർജിനാണ് MLA-മാരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ചുമതല എന്നൊക്കെ പറഞ്ഞു. മന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിധത്തിലും MLA-യുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ ഉന്നയിക്കുന്നത്. ഈ വിഷയം ജില്ലയിൽ പറഞ്ഞു തീർക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള നീക്കം നടക്കുന്നുണ്ടോ ശശി? സുരക്ഷ അത് തന്നെയാണ് പ്രധാനമായും നമ്മൾ പറയുന്നത്. കാരണം ഈ എന്റെ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയുടെ ഫ്ലെക്സിലും നോട്ടീസിലും ഒക്കെ പേര് വെച്ചിട്ടും ഇക്കാര്യം ഉത്തരവാദിത്തമുള്ള ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയ്ക്ക് LDF-ന്റെ ഒരു ജനപ്രതിനിധി നിലയ്ക്കും അറിയിച്ചില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. മണ്ഡലത്തിലെ കാര്യങ്ങൾ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ MLA-മാരുമായി കൂടിയാലോചിക്കുകയാണ് പല പരിപാടികളും സംഘടിപ്പിക്കുന്നത്. അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് പരിപാടിയിൽ പേര് വരുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അറിവ് ലഭിക്കുന്നത്. അതും എന്റെ കേരളം പദ്ധതിയുടെ പരിപാടിയിൽ ക്ഷണിച്ചത് ജില്ലാ കളക്ടറാണ്. മന്ത്രി ഇക്കാര്യത്തിൽ ഒരു ആലോചന നടത്തിയില്ല എന്നുള്ള കാര്യമാണ് ചിറ്റയം ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. വിളിച്ചാൽ പല കാര്യങ്ങളും ജില്ലയുടെ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അത് പലപ്പോഴും എടുക്കാറില്ല, തിരിച്ചു വിളിക്കുന്ന ഒരു മര്യാദ കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിമർശനം കൂടി ചിറ്റയം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രി വീണ ജോർജിനെതിരെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ